നമുക്കേ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ വേണം? വിസ വേണം, പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് വേണം, പിന്നെ ഇമിഗ്രേഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാടില്ലേ. എന്നാൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോട്ടെ, എന്നാ പോരെ. അതായത് ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലും ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത്. താഴ്ഭാഗം കാണിച്ചു കൊടുക്കും. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലും ഞാനിപ്പോൾ നേപ്പാളിലേക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി. ഇത്രയേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോകാനുള്ള പ്രൊസീജിയർ. ഡാർജിലിംഗിൽ നിന്നും മിറിക്ക് വഴി സിലിഗുരിയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാനാവുക. ഇന്നത്തെ ലോകത്ത് നിരന്തരം അതിർത്തികൾക്കായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിലാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഈ മനോഹരമായ അതിർത്തിയുടെ പ്രാധാന്യം. സിമാന എന്ന് പറയുന്ന നേപ്പാളിനോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തി ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിലൂടെയാണ് ഇന്ത്യയെയും നേപ്പാളിനെയും വേർതിരിക്കുന്ന ഇൻ്റർനാഷണൽ ബോർഡർ കടന്നു പോകുന്നത്. ഈ കാണുന്ന ഓവുചാലാണ് ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലെ അതിർത്തി. മുള്ളുകമ്പികളില്ല, തോക്കേന്തി നിൽക്കുന്ന പട്ടാളക്കാരില്ല. ഒരു വശം ഇന്ത്യയും ഒരു വശം നേപ്പാളും. ഇവിടുത്തെ മനുഷ്യർക്കും രാജ്യസ്നേഹമുണ്ട്, പക്ഷേ അത് അപരവിദ്വേഷമല്ല എന്ന് മാത്രം. ആ കാണുന്നത് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏതോ പേരറിയാത്ത ഗ്രാമങ്ങളാണ്. ശരിക്കും നമ്മളെ ആലോചിക്കുന്ന സമയത്ത് ഓരോ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബോർഡറുകൾ ഇത്രയും മനോഹരമായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു യാത്രികൻ അല്ലെങ്കിൽ യാത്രയെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഓരോ ബോർഡറുകളും ഇങ്ങനെയായിരിക്കണം.